PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്താണ്, അതെങ്ങനെ പഠിക്കാം, എന്തുകൊണ്ട് അതൊരു നല്ലൊരു കരിയർ ഓപ്ഷനാണ്? ഇപ്പം ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡേറ്റാബേസും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പം ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ കാണുന്ന ആ ഒരു പാർട്ട്, ആ യൂസർ കാണുന്നതാണ് ഫ്രണ്ട് എൻഡ്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്ക്, സെർവർ സൈഡ് ലോജിക്കാണ് ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡേറ്റാബേസ്. അപ്പം ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഇതെല്ലാം എന്ത് ചെയ്യണം, ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യണം. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡേറ്റാബേസും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം എന്താണ് PHP എന്ന് പറഞ്ഞാൽ, PHP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഡൈനാമിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത് PHP എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് PHP, ഇപ്പം നമുക്ക് PHP യൂസ് ചെയ്ത് വലിയ വലിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് പോലും PHP എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോഗിൻ സിസ്റ്റത്തിലും പിന്നെ അതേ കണക്ക് ഡേറ്റാബേസിൻ്റെ കണക്ഷനിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, PHP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് PHP ഇപ്പോൾ ഒരു PHP ഡെവലപ്പറിൻ്റെ സ്കിൽസ് എന്ന് പറയുന്നത്, ഒരു PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു PHP ഡെവലപ്പർ സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് എൻഡിനെ പറ്റിയും ബാക്ക് എൻഡിനെ പറ്റിയും ഡേറ്റാബേസിനെ പറ്റിയൊക്കെ ഒരു നോളേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം, അത് HTML, CSS, JavaScript ഈ 3 ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതേ കണക്ക് തന്നെ ബാക്ക് എൻഡ് നോളേജ് ഉണ്ടായിരിക്കണം. ബാക്ക് എൻഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന PHPയും അതേ കണക്ക് എന്തെങ്കിലും ഒരു ഫ്രെയിം വർക്കിനെ പറ്റി അറിഞ്ഞിരിക്കണം. PHPയിൽ വരുന്ന അപ്പോൾ ലാറവലാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്ക്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഫ്രെയിം വർക്കിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡേറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്ന PHPയിൽ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് ആണ് MySQL എന്ന് പറയുന്ന ഡേറ്റാബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും എന്താണ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡേറ്റാബേസ് ലാംഗ്വേജസ് ഒരു ഡെവലപ്പേഴ്സ് അത്രയും ഒരു സ്കിൽസ് ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റീസ് പോസിബിളാണ്. നമുക്കിപ്പം ഫ്രീലാൻസിങ് ആയിട്ട് വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്താണ് സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ ജോബ്സ് കിട്ടും. അതേ കണക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാം, PHP ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാം, ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഒത്തിരി നമുക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിലും അതേ കണക്ക് പുറത്തും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. അതേ കണക്ക് സാലറിയെ പറ്റി പറയുവാണെങ്കിലും വളരെ ഹൈ സാലറിയാണ് നമുക്ക് കിട്ടുക. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു സാലറി പാക്കേജ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും ഇൻകവും കൂടുന്നതാണ്. പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ PHP ഫുൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രി പ്ലസ് ഒരു ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പം നിങ്ങൾ കോഡിങ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ PHP ഒരു നല്ല ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെയാണ്.